ആദിത്യൻ തന്റെ നോട്ടം ആവണിയുടെ നേരെ മാറ്റി. അവന് സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഗീത കുറച്ചു സമയം ഒന്ന് ആലോചിച്ച് നിന്ന ശേഷം പിന്നെ പറഞ്ഞു, മോളെ, എന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്. അത് വെച്ച് നമുക്ക് എന്തെങ്കിലും വില കുറഞ്ഞ നെക്ലേസ് കിട്ടുമെന്ന് നോക്കാം. ശരിയമ്മേ, ഇന്നത്തെ കാലത്ത് നല്ല ക്ലാസി ഡിസൈനുള്ള സിമ്പിൾ നെക്ലേസുകൾ ഒരുപാടുണ്ട്. അതെല്ലാം വേദികയ്ക്ക് ഡെയിലി യൂസിന് പറ്റും. ആദിത്യ, കാറെടുക്ക, നമുക്കിപ്പോൾ തന്നെ പോവാം. കുറച്ച് സമയത്തിനകം അവരെല്ലാം അവിടുത്തെ ഒരു പഴയ മാർക്കറ്റിലേക്കെത്തി. അവിടുത്തെ ഒരു വലിയ ജ്വല്ലറി ഷോപ്പിന്റെ മുമ്പിൽ ആദിത്യൻ കാർ നിർത്തി. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ജ്വല്ലറികളിൽ ഒന്നായ അവിടേക്ക് ഒരുപാട് പേർ അവരുടെ വെഡ്ഡിംഗ് ഷോപ്പിങ്ങിന് വേണ്ടി വരാറുണ്ട്. അത്രയും വലിയ ഷോപ്പ് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ആവണിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവരുടെ കയ്യിലുള്ള ബജറ്റിനെ കുറിച്ചാണ് അവൾ അപ്പോൾ ഓർത്തത്. എന്തായാലും അകത്ത് കയറി നോക്കാമെന്ന് അവൾ തീരുമാനിച്ചു. അവരെല്ലാവരും അകത്തേക്ക് നടന്നു. ഷോപ്പിനകത്തെത്തിയതും കഴുത്തിലും കയ്യിലുമൊക്കെ ഒരുപാട് സ്വർണം ധരിച്ച ഒരു മനുഷ്യൻ അവരുടെ നേരെ ചിരിച്ചുകൊണ്ട് നടന്നു വന്നു. അയാളെ കണ്ടാൽ തന്നെ ആ ഷോപ്പിന്റെ ഓണറാണെന്ന് വ്യക്തമായിരുന്നു. അയാൾ ചിരിയോട് തന്നെ അവരെ സ്വാഗതം ചെയ്തു. വെൽക്കം, വെൽക്കം. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആവണി അയാളോട് പറഞ്ഞു. താങ്ക് യു, ഞങ്ങൾക്ക് നല്ല നെക്ലേസ് സെറ്റാണ് വേണ്ടത്. ഓക്കെ, അകത്തേക്ക് വരൂ, ഇവിടെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അവർ അകത്തേക്ക് നടന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് അവർക്ക് ഒരുപാട് വില കൂടിയ നെക്ലേസുകൾ ഒന്നിനു പിറകെ ഒന്നായി കാണിച്ചു. ഓരോ നെക്ലേസും കാണുമ്പോൾ ആവണി വേഗം അതിന്റെ വിലയിലേക്കാണ് നോക്കിയത്. അതെല്ലാം അവളുടെ ബജറ്റിനും അപ്പുറത്തുള്ളതായിരുന്നു. ആവണിയുടെ മുഖഭാവം കണ്ടപ്പോൾ ആദിത്യനും കാര്യം മനസ്സിലായി. ഒരുപാട് നെക്ലേസുകൾ കാണിച്ചിട്ടും ആവണിക്ക് ഒന്നും ഇഷ്ടമായില്ല. അവസാനം ഷോപ്പ് ഓണർക്കും അവിടെ നിന്ന സ്റ്റാഫിനും ചെറുതായി അസ്വസ്ഥത തോന്നാൻ തുടങ്ങി. ആവണിയും ആദിത്യനും ഇടയ്ക്കിടെ പരസ്പരം നോക്കി കണ്ണുകൊണ്ട് എന്തൊക്കെയോ പറയുന്നത് കണ്ടപ്പോൾ അവർ ഫ്രോഡാണോ എന്നുവരെ അവിടെയുള്ളവർക്ക് സംശയം തോന്നി. ചില കള്ളന്മാർ വളരെ പണക്കാരെ പോലെ അവിടേക്ക് വന്ന് ഓരോന്നും നോക്കിയിട്ട് മെല്ലെ മോഷ്ടിച്ച് മുങ്ങാറുണ്ട്. അതുപോലെയാണ് ഇവരെ കണ്ടപ്പോൾ ഓണർക്ക് തോന്നിയത്. അയാൾ വേഗം തന്നെ പുറത്തു നിൽക്കുന്ന സെക്യൂരിറ്റിയെ ആംഗ്യം കാണിച്ചു വിളിച്ചു. അയാൾ വേഗം അകത്തേക്ക് വന്നു. ആവണിയെയും കൂട്ടരെയും നോക്കിക്കൊണ്ടു നിന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും പരിഭ്രമമായി. ആവണി പിന്നെ അവരെ അവഗണിച്ചുകൊണ്ട് ആ നെക്ലേസ് നോക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഷോപ്പിന്റെ ഓണർ അവരോട് പറഞ്ഞു, പിന്നെ ഞാനും എൻ്റെ സ്റ്റാഫുകളും ഒരുപാട് വില കൂടിയ ഭംഗിയുള്ള നെക്ലേസുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. നിങ്ങൾക്ക് എന്താണ് അതൊന്നും ഇഷ്ടമാവാത്തത്? നിങ്ങളിനി ഏത് ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്? അത് പറ. അയാൾക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് തോന്നിയ ആവണി വേഗം തന്നെ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്കിതിൽ ചിലതൊക്കെ ഇഷ്ടമായി. പിന്നെ ഒന്നുകൂടി നോക്കാമല്ലോ എന്ന് കരുതിയതാണ്. തനിക്കിതിൻ്റെ ഡിസൈനല്ല, വിലയാണ് പ്രശ്നമെന്ന് ആവണി പുറത്തു പറഞ്ഞില്ല. ഓക്കെ മാഡം, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഡിസൈൻസ് ഏതെടുക്കണമെന്ന കൺഫ്യൂഷൻ മാത്രമേ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് പൊതുവേ ഉണ്ടാവാറുള്ളൂ. നിങ്ങളെ കണ്ടപ്പോൾ ഇഷ്ടമാവാതെ മാറ്റിവെക്കുന്നത് പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. യെസ്, എല്ലാ ഡിസൈൻസും വളരെ ഭംഗിയുള്ളതാ. ഞാനിതിൽ നിന്ന് തന്നെ ഒന്നെടുക്കാം. തന്റെ യഥാർത്ഥ പ്രശ്നം മറച്ചുവെച്ച് ആവണി പറഞ്ഞൊപ്പിച്ചു. പിന്നെ സെയിൽസ്മാന്റെ മുഖം നോക്കാതെ ചുറ്റിലും നോക്കി. ടേബിളിൽ വെച്ച വളരെ ഭംഗിയുള്ള ഒരു നെക്ലേസിലാണ് അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നത്. പെട്ടെന്ന് എല്ലാം മറന്നതുപോലെ അവൾ ആ മാലയിലേക്ക് കൗതുകത്തോടെ ഉറ്റുനോക്കി. അത് വളരെ വില കൂടിയ നെക്ലേസ് ആണെന്ന് അതിന്റെ തിളക്കം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. അതിൽ നല്ല ഭംഗിയുള്ള പച്ചക്കല്ലും ചെറിയ ചെറിയ ഡിസൈനുകളുമുണ്ട്. ആവണി അതിൽ തന്നെ നോക്കി നിൽക്കുന്നത് ആദിത്യൻ ശ്രദ്ധിച്ചു. അവൾക്ക് ആ മാല വാങ്ങണം എന്നുണ്ട് എന്ന് ആദിത്യന് മനസ്സിലായി. ആവണി ആ മാല തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ കടയുടമ പറഞ്ഞു, ഗുഡ് ചോയ്സ് മാം, ഇത് വളരെ റെയർ പീസാണ്. പ്യുവർ ജോധ്പൂരി ഡിസൈൻ. ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത ഡിസൈനാണ്. ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? അയാൾ അത് ടേബിളിൽ നിന്നും എടുത്ത് ആവണിക്ക് നേരെ നീട്ടി. എന്നാൽ അവൾ വേഗം അത് നിരസിച്ചു. ഏയ് വേണ്ട വേണ്ട, ഇത്രയും എക്സ്പെൻസീവ് ആയത് നോക്കുന്നില്ല. ഞങ്ങളുടെ ബജറ്റ് 50,000 മാത്രമാണ്. 50,000 എന്ന് കേട്ടതും ആ കടയുടമയുടെ മുഖം മാറി. അയാൾ പുച്ഛത്തോടെ അവരെ നോക്കിക്കൊണ്ട് ടേബിളിൽ വെച്ചിരുന്ന ആ മാലകളെല്ലാം സ്റ്റാഫിനോട് എടുത്തു മാറ്റാൻ പറഞ്ഞു. ചുറ്റും നിന്ന സെയിൽസ്മാൻമാരും സെക്യൂരിറ്റിയും എല്ലാം അവരുടെ ബോസിനെ നോക്കി. ആവണി അത്ഭുതത്തോടെ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇതെല്ലാം എടുത്തു മാറ്റുന്നത്? എന്തുപറ്റി? എന്നാ പിന്നെ 50,000-ന് ഞാനിതെല്ലാം നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നേക്കാം. ബജറ്റ് ഇല്ലെങ്കിൽ അത് ആദ്യം തന്നെ പറയണമായിരുന്നു. വെറുതെ ഞങ്ങളുടെ എല്ലാം സമയം കളയാൻ. എനിക്ക് കണ്ടപ്പോഴേ സംശയം തോന്നിയതാ. അയാളുടെ ദേഷ്യം കണ്ടപ്പോൾ ആവണിക്ക് ആകെ വല്ലായ്മ തോന്നി. അല്ല, അങ്ങനെയല്ല, ഞങ്ങൾ നെക്ലസ് എന്തായാലും വാങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ വില കുറഞ്ഞത് മതി. അവൾ ആകെ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. ഓഹോ, എനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. ഇത്രയും വില കൂടിയതൊന്നും വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആദ്യമേ പറയണമായിരുന്നു. ഞങ്ങൾ വെറുതെ ഇതെല്ലാം പുറത്തെടുക്കേണ്ടി വന്നില്ലേ? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതുപോലുള്ള കടയിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് വാങ്ങാനാണ്? ബോസ് അവിടെ കിടന്ന് ചൂടാവുന്നത് കണ്ടപ്പോൾ സ്റ്റാഫുകളും അങ്ങോട്ടേക്ക് ഓടി വന്നു. കാര്യങ്ങൾ മോശമാകുന്നത് പോലെ തോന്നിയപ്പോൾ ഗീതയ്ക്കും ആവണിക്കും തൊണ്ടയിൽ നിന്ന് വെള്ളം പറ്റുന്നത് പോലെ തോന്നി. അപ്പോൾ ഒരു സ്റ്റാഫ് അവരോട് മെല്ലെ പറഞ്ഞു, മാഡം, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചതെല്ലാം വളരെ വില കൂടിയ ഡിസൈനുകളാണ്. നിങ്ങളാണെങ്കിൽ എല്ലാം നോക്കുന്നുമുണ്ട്. നിങ്ങളുടെ ബജറ്റ് ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും പുറത്തെടുക്കില്ലായിരുന്നു. അതാണ് ബോസ് ഉദ്ദേശിച്ചത്. അത് കേട്ടപ്പോൾ ഗീതയ്ക്ക് ദേഷ്യം വന്നു. ഇതിലിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? നിങ്ങളല്ലേ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇതൊക്കെ കാണിച്ചത്. എന്നിട്ട് വെറുതെ ഞങ്ങളോട് ചൂടാവുക? ഇങ്ങനെയാണോ നിങ്ങളിവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് പെരുമാറുക? ഗീതയുടെ പെരുമാറ്റം ആ കടയുടമയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ കയ്യിലൊന്നും ഇല്ലാത്തവരാണെന്ന് എനിക്ക് തോന്നിയതാ. പിന്നെ മിണ്ടാതെല്ലാം നോക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മതി, വന്നപ്പോൾ മുതൽ ഞങ്ങളെ അപമാനിക്കുകയാണ്.
മര്യാദയ്ക്ക് സംസാരിക്കണം. ഗീത പിന്നെയും അങ്ങോട്ട് പലതും പറയാൻ തുടങ്ങി. അവസാനം അയാൾ തന്റെ സ്റ്റാഫിനെ നോക്കി പറഞ്ഞു, രാജു, ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കേ. ഇവർ എന്റെ ഷോപ്പിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ ആവണിക്ക് കൈയും കാലും കുഴയുന്നത് പോലെ തോന്നി. തന്റെ മുമ്പിലുള്ളവർ തങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം അവൾ ആദിത്യനോട് പതിയെ പറഞ്ഞു, ആദിത്യ, മതി, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. അത് കേട്ട അവിടെ തൊട്ടടുത്ത് നിന്ന ഒരു സെയിൽസ്മാൻ പരിഹാസത്തോടെ പറഞ്ഞു, മാഡം, വേറെ എവിടെയെങ്കിലും കൂടെ കയറി അവരുടെ സമയം കൂടെ പാഴാക്കണോ? അപ്പോൾ മറ്റൊരു സെയിൽസ്മാൻ അപ്പുറത്തു നിന്നും അങ്ങോട്ടേക്ക് വന്നു. അവരെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു, ആഹാ, നിങ്ങളാണോ? ബോസ്, ഇവരെ എനിക്കറിയാം. ഇന്നലെ നമ്മുടെ ആ മാർക്കറ്റിന്റെ അവിടെയുള്ള പുരാവസ്തു സ്റ്റോറിൽ ഇവരുണ്ടായിരുന്നു. ഇവർ വെറുതെ സമയം കളയാൻ വേണ്ടി സ്റ്റോറിൽ കയറി വലിയ വിലയുള്ള ഒരു പ്രതിമ പൊട്ടിച്ചു. അവസാനം അതിനുള്ള പണം ചോദിച്ചപ്പോൾ അവരുടെ കയ്യിലില്ല. ഞാൻ അവിടെ നിന്ന് പോരുമ്പോഴും ഇവർ പണം കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഓടിപ്പോയോ ആവോ. എന്തായാലും ഇവരെ പോലുള്ളവർ മതിയല്ലോ ഒരു ഷോപ്പിന്റെ സമയം കളയാൻ. അപ്പോൾ മറ്റൊരാളും അതിനോട് ചേർന്നു, ഓഹോ, അതിവരായിരുന്നോ? ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവരൊന്നും ഇവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വില കൂടിയ നെക്ലേസ് മോഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാവും. അയാൾ ആദിത്യനെ നോക്കുന്നുണ്ടായിരുന്നു. അവന് നല്ല ദേഷ്യം തോന്നി. ഹേയ് മിസ്റ്റർ, എന്താണിത്? നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത്? അല്ല, ഇത്രയൊക്കെ ചർച്ച ചെയ്യാൻ മാത്രം ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായേ? എനിക്കിത് വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും ഒന്ന് ഞെട്ടി. അതുവരെ മിണ്ടാതെ മാറി നിന്ന അവൻ അങ്ങനെ പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ആവണിയുടെ ഹൃദയം കൂടുതൽ മിടിക്കാൻ തുടങ്ങി. കടയുടമ പുച്ഛത്തോടെ ആദിത്യനെ നോക്കി പറഞ്ഞു, ഈ നെക്ലേസിന്റെ വില നിങ്ങൾക്കറിയോ? 12 ലക്ഷം രൂപ. നിന്ന് വാചകം അടിക്കാതെ തന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പണം താ, ഞാൻ നെക്ലേസ് തന്നേക്കാം. അപ്പോഴേ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആവുള്ളൂ. അവിടെ വന്ന മറ്റു കസ്റ്റമേഴ്സും ആദിത്യനെയും ആവണിയും നോക്കി നിൽക്കുകയായിരുന്നു. ആദിത്യൻ വിചാരിച്ചാൽ ഈ കട മുഴുവനായി ആവണിക്ക് വേണ്ടി വാങ്ങാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അവന് അവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അവനൊന്നും മിണ്ടാതെ നിന്നു. അത് കണ്ടപ്പോൾ ഗീതയ്ക്ക് കൂടുതൽ ദേഷ്യം തോന്നി. എല്ലാവരും ചോദ്യം ചെയ്യുന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ആവണി കടയുടമയുടെ നേരെ നോക്കി നിറകണ്ണുകളോടെ കൈകൂപ്പി. കണ്ണീർ നിലത്ത് വീഴുന്നതിന് മുമ്പായി അവൾ പറഞ്ഞൊപ്പിച്ചു, ചേട്ടാ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാ. ഞങ്ങളുടെ ബജറ്റ് എത്രയാണെന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറയണമായിരുന്നു. നിങ്ങളുടെ അടുത്ത് 50,000 നെക്ലേസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പൊയ്ക്കോളാം. ആ, അങ്ങനെ വഴിക്ക് വാ. കയ്യിലെ പൈസക്കനുസരിച്ച് വേണം പെരുമാറാൻ. ഇതുപോലെ മര്യാദയ്ക്ക് സംസാരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ അടുത്ത് എല്ലാ ബജറ്റിലുമുള്ള ജ്വല്ലറി ഉണ്ട്. നിങ്ങൾ ആദ്യം പറയണമായിരുന്നു, എന്നാലേ ഞങ്ങൾ അറിയൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പറയുമ്പോഴും അയാൾ ആദിത്യനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ശേഷം അയാൾ അവിടെ നിന്ന് സെയിൽസ്മാനോട് ആ റേഞ്ചിലുള്ള നെക്ലേസ് കാണിക്കാൻ പറഞ്ഞു. ആവണി വേഗം തന്നെ അതെല്ലാം നോക്കി അതിൽ നിന്ന് 60,000 രൂപ വില വരുന്ന ഒരു സിമ്പിൾ നെക്ലേസ് സെലക്ട് ചെയ്തു. ആവണി അവരോട് അത് പാക്ക് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഗീതയെ നോക്കി, അമ്മേ, ഇനി അവർക്ക് ക്യാഷ് കൊടുക്ക്. എല്ലാം ഈ ചെറുക്കം കാരണം ഉണ്ടായതാ. ഒന്നും ആലോചിക്കാതെ ഇത്രയും വലിയൊരു ഷോപ്പിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ഇവനല്ലേ? ഇവന്റെ ഭാവം കണ്ട ഇവന്റെ കയ്യിൽ മുഴുവൻ ക്യാഷ് ആണെന്ന് തോന്നും. അതും പറഞ്ഞ് ഗീത ആദിത്യന്റെ കയ്യിൽ നിന്നും അവരുടെ ബാഗ് വാങ്ങി. എന്നിട്ട് അതിലെ പേഴ്സിൽ നിന്നും പണമെടുത്ത് ക്യാഷ് കൗണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എന്നിട്ട് ദേഷ്യത്തോടെ ആദിത്യനെ നോക്കി അവിടെ നിന്നും പോയി. ആവണിയും അവരുടെ പിന്നാലെ അവിടെ നിന്നും പോയി. എന്നാൽ ആദിത്യൻ അപ്പോഴും ആ കടയുടമയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. എന്താണ് നോക്കുന്നത്? നിന്റെ ഭാര്യ പോയത് കണ്ടില്ലേ? കയ്യിൽ കാശില്ലെങ്കിൽ വെറുതെ സംസാരിക്കാൻ നിൽക്കരുത്. ആദിത്യൻ അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങി നേരെ ഗേറ്റിലേക്ക് നടന്നു. അവൻ പുറത്തെത്തിയതും ആവണി കാറിൽ അവനെ കാത്തിരിക്കുന്നത് ആദിത്യൻ കണ്ടു.